ഓക്കെ, പാല ശക്തമായ ഒരു മത്സരം നടക്കുന്ന പാല മണ്ഡലം നമുക്ക് നോക്കാം. 13 ലോക്കൽ ബോഡി ഉള്ളതാണ് പാലാ മുനിസിപ്പാലിറ്റിയും ബാക്കി 12 പഞ്ചായത്തോട് ചേർന്നാണ് പാലാ മണ്ഡലം. പാലാ മണ്ഡലത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ UDF ആണ് മുന്നിൽ. 48,000 വോട്ട് UDF വണ്ടേടി കൂടുതൽ നേടിയിട്ടുണ്ട്. LDF 38,000 വോട്ടുണ്ട്. സ്വതന്ത്രരെല്ലാം കൂടെ പാർട്ടി സ്വതന്ത്രം ഉൾപ്പെടെ, എന്നാലും മുന്നണി ചിഹ്നത്തിലില്ലാണ്ട് മൂന്നാം സ്ഥാനം അവർക്കാണ്. 29,000 വോട്ട് അവർ നേടിയിട്ടുണ്ട്. BJPക്ക് 15%, 20,000 വോട്ട് BJPക്ക്. നമ്പർ വാരി നോക്കിയാൽ UDF 84 പേര്, LDF 62 പേര്, സ്വതന്ത്ര 43, BJP 17. എന്നാലും പാല ഭയങ്കര ശക്തമായ ത്രികോണമാണ്. കാരണം സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയാണ് അവിടെ മത്സരിക്കുന്നത്. അതേപോലെ BJP ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാണ്. PC ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഈ 3 പേരും ശക്തരായ കാൻഡിഡേറ്റുകളാണ്. UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതേപോലെ മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ്. അതുമല്ല, അത് ആ കാപ്പൻ ഫാമിലി അവിടെ ഭയങ്കര വലിയൊരു വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഫാമിലിയാണ്. സോ ഷോൺ ജോർജ് വോട്ട് പിടിക്കും. ഷോൺ ജോർജ് ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളതാണ്. ഷോൺ ജോർജ് കൂടുതലും പിടിക്കാനുള്ള സാധ്യത LDFൻ്റെയാണ്. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് പോയ അദ്ദേഹം PC ജോർജ് എല്ലാവരും ഒന്നിച്ചായിരുന്നല്ലോ. LDFൻ്റെ വോട്ടാണ് ഷോൺ ജോർജ് പിടിക്കുക. അപ്പോൾ BJP കുറച്ച് വോട്ട് കൂട്ടുന്നത് LDFനാണ് ക്ഷീണം വരിക. അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ UDF മാണി സി കാപ്പൻ തന്നെ അവിടെ സീറ്റ് നിലനിർത്തും. അദ്ദേഹത്തിന് അങ്ങനെ അവരുടെ ഫാമിലിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വതന്ത്രനാണ്. UDF കണക്കാക്കാൻ പറ്റുന്നില്ലെങ്കിലും UDFിലോട്ടായിരിക്കും, സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ നിലനിർത്തുന്നു. BJP അവിടെ 2ാം സ്ഥാനം നേടും. LDF 3ാം സ്ഥാനത്തേക്കും പോകും. 2-3 തമ്മിൽ ചെറിയ വ്യത്യാസം കാണത്തുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നാലും BJP അവിടെ ജോസ് കെ മാണി ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ഈ പാല ഞാൻ UDFന് അനുകൂലമായിട്ടാണ് ബെറ്റ് ചെയ്യുന്നത്.